നവരാത്രിയുടെ 4-ാം ദിനത്തിൽ ദേവിയുടെ കൂശ്മാണ്ഡഭാവമാണ് ആരാധിക്കപ്പെടുന്നത്. സൃഷ്ടിയുടെ ഊർജം അണ്ഡത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് ഈ അവതാരനാമത്തിൻ്റെ അർത്ഥം. 8 കൈകൾ ഉള്ളതിനാൽ അഷ്ടഭുജ ദേവിയെന്നും പ്രപഞ്ച സൃഷ്ടിക്ക് കാരണഭൂതയായതിനാൽ ആദിശക്തി എന്നും വിശേഷണങ്ങളുണ്ട്. പാർവതി ദേവി മഹേശ്വരനുമായുള്ള വിവാഹശേഷം ശിവശക്തി ഭാവത്തിലായ ഉമയാണ് കൂശ്മാണ്ഡ. പ്രപഞ്ച സൃഷ്ടാവും സൂര്യഭഗവാന്റെ ദേവതയുമാണ് കൂശ്മാണ്ഡ ദേവി. ജാതകത്തിൽ സൂര്യൻ്റെ അനിഷ്ടസ്ഥിതി മൂലം ദോഷം അനുഭവിക്കുന്നവരും ആദിത്യദോഷമുള്ളവരും ദേവിയെ കൂശ്മാണ്ഡ ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയായതിനാൽ തന്നെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജയാണ് പ്രിയം. ദേവിയെ കൂശ്മാണ്ഡ ഭാവത്തിൽ ശരണം പ്രാപിച്ചാൽ എല്ലാവിധ രോഗപീഠകളിൽ നിന്ന് മുക്തിയും സമൂഹത്തിൽ സ്ഥാനവും കീർത്തിയും ലഭ്യമാകും. നവരാത്രി കാലത്തെ 4-ാം ദിനം ദേവിയെ കൂശ്മാണ്ഡ ഭാവത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള മന്ത്രം.